ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും തസ്ലീസ് ടീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ നമ്മുടെ ഞാൻ കുറേ ദിവസമായി തിരക്ക് പിടിച്ച ദിവസങ്ങൾ വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു തിരക്ക് പിടിച്ച ദിവസങ്ങൾ വീണ്ടും നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഒട്ടും വൈകിക്കാതെ ചറപറ പറഞ്ഞിരിക്കാതെ നമുക്ക് ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ കാണാം. മഴയും എത്രയായി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യണം, മഴ വേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷം മഴയില്ലാത്തത് കൊണ്ട് എത്ര ചൂടെടുത്തിട്ട് ഇതൊക്കെ ആൾക്കാർ കഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാഹ് മഴ റഹ്മത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോ വരും. അങ്ങനെ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ കിച്ചണിലേക്ക് പോകുമ്പം തന്നെ നിങ്ങൾ കാണുന്നത് കൗണ്ടർ ടോപ്പുമല, ഇത് ഡൈനിങ് ഹാളാണ്. കൗണ്ടർ ടോപ്പുമലൊക്കെ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടാവും. നമ്മുടെ മിക്കവരുടെ വീട്ടിൽ വിട്ടുമാറാത്ത മഴയില്ലേ, തോരാതെ മഴയ്ക്ക് തുണിയൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പം ഇതുപോലെ ഫാനിൻ്റെ ചുവട്ടിൽ കൗണ്ടർ ടോപ്പുമൽ ഒക്കെ ഇങ്ങനെ രാത്രി വിരിച്ചിടും. എന്നിട്ട് ഞാനിത് എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പം ഇടുന്ന ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ മുട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, എനിക്കും ഉമ്മാക്കും രാവിലെ ചായയും മുട്ടയാണ് നിർബന്ധം. ചോറിന് വെള്ളം വെച്ചു, ചായ പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. അങ്ങനെ ഇതേ ചോറ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. തുണികളൊക്കെ വാഷ് ചെയ്തു. ഞാനിങ്ങനെ ബാത്റൂമിൽ വെള്ളം ഇടും. എന്നിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഉണക്കാറ്. മഴയല്ലേ, അപ്പം ദോശയാണ്. അപ്പോൾ അങ്ങനെ അരി കഴുകി അരി അരച്ചിട്ട് വരാം. അങ്ങനെ ഇതേ ഞാൻ അരി അരച്ചു. അങ്ങനെ നമ്മൾ ദോശ ഇടുവാണ്. നീർദോശയും രാത്രി വെച്ച മീൻ കറി ഇരിപ്പുണ്ട്. അതും കൂട്ടിയിട്ട് ഇന്നത്തെ പരിപാടി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല കറി. മത്തി മീൻ തേങ്ങ അരച്ച് വെച്ചതാണ് ഇന്നലെ രാത്രി. അപ്പം അതന്നെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മിന്നുവിൻ്റെ മക്കളാണ് ഷാനിദും ഷാമിലും രണ്ടാവരും മഴയത്തോടുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ പേരക്ക ഫസ്റ്റ് തന്നെ കുറേ ഉണ്ടായി, എല്ലാവർക്കും കൊടുത്തു. വീണ്ടും ഒരുപാട് പേരക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പം നല്ല മഴയാണ് പുറത്ത്. അൽഹംദുലില്ലാഹ് മഴ നല്ലതാണ്. എങ്കിലും ഇപ്പം കുറേ ആയിട്ടിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് ഒരു മഴയ്ക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ ആമിൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ചു. ഇതേ ഉമ്മാൻ്റെ നഖത്തിൻ്റെ ചളിയൊക്കെ ആമി എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നേരം പോക്ക് ഇപ്പോൾ ആമി, ചോട്ടു, മോട്ടു, പൊന്നു, ചിന്നു, ചക്കരമുത്തുകൾ, പിന്നെ മിന്നുപൂച്ച, ഷാമിൽ, ഷാനിദ്. അങ്ങനെ ഇതേ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയി, പാത്രമൊക്കെ കഴുകി. ഇന്നും കുറച്ചും കൂടെ കഴുകാനുണ്ട്. അപ്പോൾ അതെ നമ്മുടെ മഴയല്ലേ, മഴ വിട്ട് മാറുന്നേ ഇല്ലല്ലോ. അപ്പം അടിച്ചു വാരാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ അതെ നമ്മുടെ മഴക്കാലത്തെ മുറ്റത്തിൻ്റെ കോലം കണ്ടോ. എങ്കിലും മഴ പെയ്യട്ടെ. കഴിഞ്ഞ വർഷം മഴയില്ലാണ്ട് ഭയങ്കര ചൂടും എല്ലാമായിട്ട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ ഞാൻ വരാൻ കേട്ടോ. ഇടയ്ക്കൊരു മടിയുണ്ടായിരുന്നു. ഓക്കെ, ബൈ.